ക്യാമറയ്ക്ക് ഒരുപാടധികം പ്രത്യേകതകൾ കൊടുത്തിട്ട് വിവോ ഒരു പുതിയൊരു ഫോൺ ഇറക്കിയിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത വേറെ ലെവൽ ക്യാമറ. വിവോ X70 സീരീസിലുള്ള വിവോ X70 Pro ആണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. ഒരു രക്ഷയില്ലാത്ത ക്യാമറ കേട്ടോ. ഞാൻ ഫസ്റ്റ് തന്നെ അതിൻ്റെ ക്യാമറ സീരീസിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഒരു ഫോട്ടോ കാണിച്ചുതരാം. ഓക്കെ, നിങ്ങളിപ്പോൾ കണ്ട ഫോട്ടോ ഇല്ലേ, എല്ലാവരും കണ്ട തോന്നും DSLR എടുത്താണെന്ന്. അല്ല ഗൈസ്, ഒരിക്കലല്ല. വിവോ X70 Proയിൽ എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. DSLRനെ വെല്ലുന്ന ഒരു ക്വാളിറ്റി നമുക്ക് ആ ഫോട്ടോയിൽ കിട്ടുന്നുണ്ട്. ജിംബൽ സ്റ്റെബിലൈസേഷൻ ആണ്. ഒരു ഫോണിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞു ജിംബൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ക സ്റ്റെബിലൈസറായിട്ട് നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റും പിറകിലെ ക്യാമറ ഉപയോഗിച്ചിട്ട്. സോ ആ ഒരു ഫോൺ വിവോ X70 Pro നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. സോ ആ ഒരു ഫോണിൻ്റെ അൺബോക്സിങ്, ഒരു റിവ്യൂ, അതേപോലെ തന്നെ കുറച്ച് ക്യാമറ സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഫോണിൻ്റെ ക്യാമറയ്ക്ക് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഇതിൽ 60x വരെ സൂം ചെയ്യാൻ പറ്റും കേസ്. ഓക്കെ, അത്രയും ദൂരത്തുള്ള വ്യൂസ് നമുക്കിവിടെ തൊട്ടടുത്തുള്ള കാണാൻ പറ്റും. സോ അതൊക്കെ ഞങ്ങൾക്ക് വൈകാതെ കാണിച്ചു തരാം. സോ കൂടുതലൊന്നും പറഞ്ഞില്ല, നമുക്ക് ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യാം, അൺബോക്സിങ് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എന്നാലും അൺബോക്സിങ് കണ്ടിട്ട് വരാം. പിന്നെ കേസ് നമുക്ക് ഈ ഫോൺസ് റിവ്യൂ ചെയ്യാനായിട്ട് തന്നുള്ളത് നമ്മുടെ മലപ്പുറത്തുള്ള പ്ലാനറ്റ് എന്ന മൊബൈൽ ഷോപ്പാണ്. സോ ഈ ഫോണിൻ്റെ സെയിൽ തുടങ്ങിയിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ആ ഫോൺ പ്രീബുക്ക് ചെയ്യാനും മറ്റെന്ത് സ്മാർട്ട് ഫോൺ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് പ്ലാനറ്റിനെ സമീപിക്കാവുന്നതാണ്. എല്ലാ സംഭവവും നിങ്ങൾക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് ആണെങ്കിൽ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ കുറച്ചും കൂടി ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ലഭിക്കും. സോ എന്തായാലും കോൺടാക്ട് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പ്രീബുക്ക് ചെയ്യാനും വേറെ ഏത് ഫോൺ വാങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും. സോ നമുക്ക് നേരെ എന്ത് ചെയ്യാം, അൺബോക്സിങ് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, സോ വിവോ X70 Pro നമ്മുടെ കയ്യിലുള്ളപ്പോൾ ഉള്ളത് വിവോ X70 Pro ആണ്. സോ ഫസ്റ്റ് ഇംപ്രഷൻ നോക്കുകയാണെങ്കിൽ ഡിസൈന് ഒരു രക്ഷയില്ലാത്ത ഡിസൈനാണ് നമുക്ക് വിവോ തന്നിട്ടുള്ളത്. ഒരു രക്ഷയില്ലാത്ത ഡിസൈനാണ് കേട്ടോ. കാരണം ഭയങ്കര ഫിനിഷിംഗ് ആയിട്ടുള്ളൊരു മാറ്റും കാര്യങ്ങളൊക്കെയാണ്. സോ ഫോണിൻ്റെ താഴെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ സിം സ്ലോട്ട് വരുന്നുണ്ട്, അതേപോലെ തന്നെ ചാർജിങ് പോർട്ട്, സ്പീക്കർ ഗിൽസ്, അതേപോലെ തന്നെ ഒരു മൈക്കും വരുന്നുണ്ട്. സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ വോളിയം റോക്കേഴ്സും അതേപോലെ തന്നെ പവർ ബട്ടണും മാത്രമേ ഉള്ളൂ. ഏറ്റവും മുകളിലായിട്ട് ഡിസൈൻഡ് ഫോർ ഫോട്ടോഗ്രാഫേഴ്സ് എന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു മൈക്കും IR പോർട്ടും കാണുന്നുണ്ട്. പിറകിലായിട്ട് നമ്മുടെ കോഡ് ക്യാം സെറ്റപ്പും ഗിംബൽ ക്യാമറ, അതേപോലെ തന്നെ വിവോ എന്നൊരു ബ്രാൻഡിങ്ങും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ നല്ലൊരു ഡിസൈനാണ്. എന്തായാലും നമുക്ക് ബൂട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വിവോ X70 Pro ഓണായി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ ഡിസ്പ്ലേൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു സൂപ്പർ ഫ്ലോ ഉള്ള ഡിസ്പ്ലേ എന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല ഇതിൻ്റെ സൈഡൊക്കെ ഭയങ്കര എഡ്ജ്, കർവ്ഡ് ആയിട്ടുള്ള ഒരു എഡ്ജാണ്. സോ വെറൈറ്റി ഡിസ്പ്ലേ. ഓക്കെ, വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഇതിൽ വിവോ കൊടുത്തിട്ടുള്ളത്. ഒരു എഡ്ജായിട്ടുള്ള കർവ്ഡ് ഡിസ്പ്ലേ ആണ് നമുക്ക് ഇതിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ അൺബോക്സിങ് വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഡിസൈൻ അല്ലെങ്കിൽ പെർഫോമൻസ് ആണ് ചെക്ക് ചെയ്യാറുള്ളത്. സോ ഈ വീഡിയോയിൽ നമ്മൾ ആദ്യമായിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത് ക്യാമറയാണ്. കാരണം ഈ ഫോണിന് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് ഒരു ക്യാമറക്കാണ്. സോ ഈ വീഡിയോയിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ക്യാമറയാണ്. അപ്പോൾ ഈ ഫോണിൽ വന്നിട്ടുള്ളത് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് അല്ല ഗൈസ്, കോഡ് ക്യാമറ സെറ്റപ്പാണ് ഈ ഫോണിൽ വന്നിട്ടുള്ളത്. ഒരു 4 ക്യാമറകൾ ഈ ഫോണിൽ വന്നിട്ടുണ്ട്. 50 മെഗാ പിക്സലിൻ്റെ ഒരു ജിംബൽ ക്യാമറ, പ്രൈമറി ലെൻസ് എന്ന് പറയുന്ന ഒരു ജിംബൽ ക്യാമറ ലെൻസാണ് വന്നിട്ടുള്ളത്. സോണിയുടെ IMX 766 ആണ് അതിൻ്റെ സെൻസർ കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ രണ്ടാമത്തെ ക്യാമറ ഏതെന്ന് വെച്ചാൽ ഒരു 12 മെഗാ പിക്സലിൻ്റെ പ്രോ പോർട്രേറ്റ് ക്യാമറയാണ്, അല്ലെങ്കിൽ ലെൻസാണ്. സോണി IMX 663 ഏകദേശം ആ ഒരു ലെൻസാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സോണിയുടെ ലെൻസാണ്, വേറെ ലെവലായിരിക്കും. പിന്നെ മൂന്നാമത്തെ ലെൻസ് എന്ന് പറഞ്ഞാൽ ഒരു 12 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ലെൻസും, നാലാമത്തെ ലെൻസ് പറഞ്ഞാൽ 8 മെഗാ പിക്സലിൻ്റെ ഒരു പെരിസ്കോപ്പിക് ലെൻസുമാണ്. ഇതിലിപ്പോൾ ഈ 4 ലെൻസിലും ഒരു ലെൻസും വേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. എല്ലാം അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ വർക്കിംഗ് കറക്റ്റായിട്ട് തന്നെ എല്ലാ ലെൻസുകളും ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു സെറ്റപ്പാണ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ 32 മെഗാ പിക്സലിൻ്റെ ഒരു സിംഗിൾ ക്യാമറ സെൻസറാണ് കൊടുത്തിട്ടുള്ളത്. സിംഗിൾ ക്യാമറ. ഓക്കെ, ഫ്രണ്ടിൽ ഒരു സിംഗിൾ ക്യാമറ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു ക്യാമറ സെറ്റപ്പാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് കേട്ടോ. ഇനി ക്വാളിറ്റി ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഒരു ഫോട്ടോ കാണിച്ചു തന്നു. ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യുക, കുറച്ച് ഫോട്ടോസ് ബാക്ക് ക്യാമറയിൽ എടുത്ത കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണാം.
സോ ഫസ്റ്റ് തന്നെ പോർട്രേറ്റ് മോഡ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ കാണുന്ന ഫോട്ടോസൊക്കെ നോക്കാം. ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റിയാണ് നമുക്ക് ഈ ഫോട്ടോസിൽ കിട്ടുന്നത്. ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റി. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഫോട്ടോ കണ്ടാൽ എന്തായാലും DSLR എടുത്ത ഒരു എഫക്റ്റാണ് നമുക്ക് ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ തരുന്നത്. എന്തായാലും കുറച്ച് സാമ്പിൾസ് നിങ്ങളൊന്ന് കാണി. അപ്പോൾ ഫോട്ടോ സെക്ഷനിൽ പോർട്രേറ്റും ഉണ്ട്, അതേപോലെ തന്നെ നോർമൽ ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റീസ് ആട്ടോ. മെയിനായിട്ട് പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി ഒരു രക്ഷയില്ല. ഈ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആയാലും ബൊക്കെ എഫക്റ്റ് ഒക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, കറക്റ്റായിട്ട് നിങ്ങൾ ആ ഫസ്റ്റത്തെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഞാൻ ഫ്ലാറ്റഡ് ആണ്. ഓക്കെ, ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ ജസ്റ്റ് ഫ്രണ്ട് ക്യാമറ എടുത്ത ഫോട്ടോസ് കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഫ്രണ്ട് ക്യാമറയിൽ എടുത്ത ഫോട്ടോസാണ്. അപ്പോൾ ഇതും അത്യാവശ്യം നല്ല രീതിക്ക് 32 മെഗാ പിക്സലിൻ്റെ സെൻസർ നല്ല ഡീസൻ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഈ ഒരു ഫോട്ടോസ് കണ്ടാൽ തന്നെ കറക്റ്റായിട്ട് മനസ്സിലാവും. നല്ല രീതിക്ക് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, 32 മെഗാ പിക്സലിൻ്റെ സിംഗിൾ ക്യാമറ ഫ്രണ്ടിൽ നല്ല രീതിക്ക് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. സോ കുറച്ചുകൂടി അത്യാവശ്യം നല്ലൊരു ക്യാമറ സെറ്റപ്പാണ് ഫോട്ടോസിൻ്റെ കാര്യത്തിലൊക്കെ വന്നിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ വീഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ട്, വീഡിയോസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്യാം. പക്ഷേ ഇതിൽ മെയിനായിട്ട് വരുന്നത് സ്റ്റെബിലൈസേഷൻ ആണ്. സിമ്പിൾ ലൈക്ക് സ്റ്റെബിലൈസേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് 1080p കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും കൂടുതൽ പറയാതെ നമുക്ക് ക്യാമറ സാമ്പിൾസ്, അതായത് ഈ ഫോണിലെടുത്ത Vivo X70 പ്രോയിലെടുത്ത കുറച്ച് ക്യാമറ സാമ്പിൾസ്, വീഡിയോ സാമ്പിൾസ് കാണാം. അപ്പോൾ എങ്ങനെയുണ്ട് സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ നോക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു വീഡിയോ നമ്മൾ Vivo X70 സീരീസിൻ്റെ ബാക്ക് ക്യാമറയിൽ എടുത്ത വീഡിയോസാണ്. സ്റ്റെബിലൈസേഷൻ ഒരു രക്ഷയില്ലാത്ത സ്റ്റെബിലൈസേഷൻ പ്ലസ് ക്വാളിറ്റിയിലും സ്റ്റെബിലൈസേഷനിലും ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് Vivo X70 സീരീസിൻ്റെ ബാക്ക് ക്യാമറ നമുക്ക് തരുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഫൂട്ടേജ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു ക്വാളിറ്റി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ക്യാമറ തരുന്നുണ്ട്. ബാക്ക് ക്യാമറയിലാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്റ്റെബിലൈസേഷനും നമുക്ക് ക്യാമറ തരുന്നുണ്ട്. സോ ഈ വീഡിയോ ഫൂട്ടേജ് നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഒരു ക്വാളിറ്റിയിൽ പ്രത്യേകിച്ച് ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നും നമുക്കവിടെ വന്നിട്ടില്ല. പിന്നെ ഈ ഫോണിൻ്റെ ക്യാമറയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് 5x വരെ ഒപ്റ്റിക്കൽ സൂം വരുന്നുണ്ട്. അതേപോലെ തന്നെ 60x ഡിസ്റ്റൻസിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡിജിറ്റൽ സൂമിങ് കിട്ടുന്നുണ്ട്. സോ ഒരുപാട് ദൂരമുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, തൊട്ടടുത്ത് നിന്ന് കാണാൻ പറ്റും. 60x സൂമിങ് വരുന്നത് ഫോട്ടോ സെക്ഷനിലാണ്. വീഡിയോ മോഡിൽ നമുക്ക് 60x സൂം കിട്ടില്ല. ഫോട്ടോയിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 60x സൂമിൽ ഫോട്ടോസ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് 60x വരെ സൂം ചെയ്തിട്ട് ഫോട്ടോസ് ഒക്കെ ഒന്ന് കണ്ടുനോക്കാം. ഞാൻ ഇതിൻ്റെ ജസ്റ്റ് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് കാണിച്ചിട്ട് 60x വരെ സൂം ചെയ്യുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. സോ നമുക്ക് അതൊന്ന് കാണാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണേണ്ട ഈ വ്യൂ ഉണ്ടല്ലോ, ഏകദേശം നമുക്ക് ആ തലക്കൊരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരുപാട് ദൂരെയാണ് ആ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നമുക്കത് എന്ത് ചെയ്യാം, 60x സൂമൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട് സൂമിങ് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഈ ഒരു സൂമിങ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് എക്സൈറ്റിംഗ്, കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്ര ഒരു സൂം ചെയ്യാൻ പറ്റുന്ന ക്യാമറ ഇത്ര ക്വാളിറ്റിയിൽ ഞാൻ വേറെ കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും 60x ക്വാളിറ്റി കുറവാണെങ്കിലും ഡീറ്റെയിൽസ് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് അവിടെ എന്താണോ ആ ഇമേജ് കാണുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഒരു ക്വാളിറ്റി ലോസ് ഉണ്ടെങ്കിലും എന്താണ് ഒബ്ജക്റ്റ് എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ടൊരു എന്തായാലും കുഴപ്പമില്ല. എന്തായാലും ഞാൻ ഈ ഫോട്ടോ സാമ്പിൾസ് നിങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, ഓരോ സൂമിലെടുത്ത ഫോട്ടോ സാമ്പിൾസ് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. Vivo X70 Pro എന്നുള്ള 2 കളർ വേരിയൻ്റ് ആണ്. ഒന്ന് ഒറോറോ ഡൗൺ, അതേപോലെ തന്നെ കോസ്മിക് ബ്ലാക്ക്. ഈ 2 കളർ വേരിയൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ആ 2 വേരിയൻസ് കളറിൽ വന്നിട്ടുള്ളൂ. പിന്നെ ഈ ഫോണിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 183 ഗ്രാം വരുന്നുണ്ട്. അതേപോലെ തന്നെ 7.9 mm ആണ് തിക്നെസ് വരുന്നത്. പക്ഷേ വളരെ കട്ടി കുറഞ്ഞിട്ടും അതേപോലെ തന്നെ വളരെ വെയിറ്റ് കുറഞ്ഞുള്ള ഒരു ഫോണാണ്.
ഫോണിൻ്റെ ബാക്ക് നോക്കുകയാണെങ്കിൽ ഒരു മിനറൽ ഗ്ലാസ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയുള്ളത്. ഒരു മാറ്റ് ഫിനിഷിംഗ് ആണ് നമുക്ക് പിറകിൽ കിട്ടുന്നത് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളൊന്നും അതിൽ പതിയുന്നില്ല. നമ്മൾ എന്ത് തന്നെ ചെയ്താലും ബാക്കിൽ ഭയങ്കര ഫിനിഷിംഗ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഭയങ്കര സ്മൂത്തായിട്ടുള്ളൊരു ബാക്കാണ്. പിന്നെ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ വെച്ച് നോക്കുകയാണെങ്കിൽ ഫോണിൻ്റെ ഡിസ്പ്ലേ എങ്ങനെയാണെന്ന് ഒരുപാട് ഡൗട്ട് ഉണ്ടാവും. ഒന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ തന്നെയാണ്. 6.56 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം നല്ല രീതിക്ക് ലെങ്ത്ത് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസ്പ്ലേ ആണ് വന്നുള്ളത്. 6.52 ഇഞ്ചാണ് ഡിസ്പ്ലേ വരുന്നത്. സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ്. മാത്രമല്ല 120 ഹെർട്സിൻ്റെ ഒരു റീഫ്രഷ് റേറ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 120 ഹെർട്സ് മാത്രമല്ല, നമുക്ക് സെറ്റിംഗ്സിൽ പോവുകയാണെങ്കിൽ അഡാപ്റ്റീവ് റീഫ്രഷ് റേറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ ഏത് ആപ്ലിക്കേഷനാണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള റീഫ്രഷ് റേറ്റ് എന്ത് ചെയ്യും, ഫോൺ ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യും. മാത്രമല്ല നമുക്ക് 60ലും അതേപോലെ തന്നെ 120 ഹെർട്സിലും സെപ്പറേറ്റ് ആയിട്ടും നമുക്ക് റീഫ്രഷ് റേറ്റ് യൂസ് ചെയ്യാൻ പറ്റും. പിക്സൽ ഡെൻസിറ്റി PPI നോക്കുകയാണെങ്കിൽ 398 PPI ആണ് വരുന്നത്. ഓക്കെ, ഒരു അത്യാവശ്യം നല്ല ഡിസ്പ്ലേ, 2K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആണ് നമുക്ക് Vivo X70 Proയിൽ കിട്ടിയിട്ടുള്ളത്. സോ നമുക്ക് നല്ല രീതിക്ക് മൂവീസ് കാണാൻ പറ്റും. അതേപോലെ തന്നെ നല്ല രീതിക്ക് ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാൻ പറ്റും. നല്ലൊരു ഗ്രാഫിക്സ് കാണിക്കുന്ന ഒരു മൊബൈൽ തന്നെയാണ്. സോ ഡിസ്പ്ലേൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. ഒരു കുഴപ്പമില്ലാത്തൊരു നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ്. സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഫോണിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ പ്രൊസസ്സർ വന്നുള്ളത് MediaTekൻ്റെ Dimensity 1200 ആണ് ഇതിൽ പ്രൊസസ്സർ വന്നുള്ളത്. ഓക്കെ, MediaTekൻ്റെ Dimensity 1200 ആണ് പ്രൊസസ്സർ വന്നുള്ളത്. ഒരു 3 GHz ക്ലോക്ക് സ്പീഡുള്ള ഒരു ഒക്ടാ-കോർ പ്രൊസസ്സർ ആട്ടോ. ഒരു 5G ചിപ്സെറ്റ് ആണ്. ഈ മൊബൈൽ എന്ന് പറയുന്നത് ഒരു 5G ഡിവൈസ് ആണ്. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു 5G ബാൻഡ്സ് ഒക്കെ ഉള്ള, ഓവറായിട്ട് ഇല്ലാന്ന് തോന്നുന്നു, കുഴപ്പമില്ലാത്തൊരു 5G ബാൻഡ്സ് ഒക്കെ ഉള്ള ഒരു ഡിവൈസ് ആണ് നമ്മുടെ Vivo X70 Pro എന്ന് പറയുന്നത്. പിന്നെ കേസ് ഈ ഫോണിൻ്റെ ഗ്രാഫിക്സ് നോക്കുകയാണെങ്കിൽ മാലിൻ്റെ G77 MC9 എന്നുള്ള ഒരു ഗ്രാഫിക്സ് ആണ് ഈ ഫോണിൽ വന്നുള്ളത്. ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഗ്രാഫിക്സ് സിസ്റ്റം തന്നെയാണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. സോ നമുക്ക് PUBG കളിക്കുമ്പോഴായാലും ഫ്രീ ഫയർ കളിക്കുമ്പോഴായാലും ഈ PES കളിക്കുമ്പോഴായാലും നല്ല രീതിക്കുള്ള ഒരു പെർഫോമൻസും നല്ല രീതിക്കുള്ള ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നതാണ്. ആൻഡ്രോയിഡിൻ്റെ 11 വെർഷനിൽ വർക്ക് ചെയ്യുന്ന ഈ ഫോണിൽ വിവോയുടെ ഫൺ ടച്ച് OS 12 ആണ് കിട്ടുന്നത് കേട്ടോ. വിവോയുടെ സ്വന്തം OS ആയിട്ടുള്ള ഫൺ ടച്ച് OS 12 ആണ് നമുക്കിവിടെ കിട്ടുന്നത്. മാത്രമല്ല ആൻഡ്രോയിഡിൻ്റെ 11 വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ റാമും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ LPDDR4Xൻ്റെ റാമാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ UFS 3.1 ആണ്. പക്ഷേ ഇതിൽ വെർച്വൽ റാം എന്നുള്ള ടെക്നോളജി ഉണ്ട്. അതായത് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 8GB റാമുള്ള വേരിയൻ്റ് ആണ്. പക്ഷേ അതിൽ 4GB റാം നമുക്ക് വെർച്വൽ റാം എന്ന ഓപ്ഷനിൽ കിട്ടുന്നുണ്ട്. സോ ടോട്ടല് 12GB റാം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ വെർച്വൽ റാം എന്ന് പറഞ്ഞാൽ ഈ ടെക്നോളജി ഇപ്പോൾ ഇറങ്ങുന്ന ഓൾമോസ്റ്റ് എല്ലാ ഫോണിലും വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് 12GB വേരിയൻ്റ് യൂസ് ആണെങ്കിൽ ഏകദേശം 16GBയോ 15GB ആയിട്ട് നമുക്ക് റാം നമുക്ക് കിട്ടും. 8GB വേരിയൻ്റ് ആണെങ്കിൽ 4GB എക്സ്ട്രാ കിട്ടും. അങ്ങനെ ടോട്ടൽ 12GB റാം നമുക്ക് ഇവിടെ കിട്ടും. അതാണ് വെർച്വൽ റാം ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ക്യാമറക്ക് ഒരുപാട് അധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെങ്കിലും പെർഫോമൻസ് ഒട്ടും തന്നെ കുറച്ചിട്ടില്ല. MediaTekൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രൊസസ്സർ ആയിട്ടുള്ള 1200 തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ പെർഫോമൻസ് വൈസ് ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും എനിക്ക് ഫീൽ ചെയ്തില്ല. സോ അവസാനമായിട്ട് ഈ ഫോണിൻ്റെ ബാറ്ററി ഒരുപാട് ആൾക്കാർക്ക് സംശയമുള്ള കാര്യമാണ്. ഇത്രയധികം ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ ബാറ്ററി ഒരുപാടുണ്ടോന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. ബാറ്ററി 4450 mAh ഒരു ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 44 വാട്ടിൻ്റെ ഒരു സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഏകദേശം ഒരു 60% ഒരു 30 മിനിറ്റിനുള്ളിലൊക്കെ ചാർജ് ആവും. സോ ഇത്രയും നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഫോണിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഈ ഫോണിൻ്റെ പ്രൈസ് സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, പ്രീബുക്ക് ചെയ്യാനാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. സോ പ്രീബുക്ക് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു, നിങ്ങൾക്ക് അവരെ വിളിച്ചിട്ട് പ്രീബുക്ക് ചെയ്യാം. സോ ഇനി ഈ ഫോണിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 3 വേരിയൻ്റാണ് വരുന്നത്. ഓക്കെ, അതിൽ 8GB 128GB വരുന്നത് 46,990 രൂപയും 8GB 256GB വരുന്നത് 49,999 രൂപയും 12GB 256GB വരുന്നത് 52,990 രൂപയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലോവർ വേരിയൻ്റ് എന്തായാലും അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് എനിക്ക് തോന്നി. കാരണം ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രൊസസ്സർ കിട്ടുന്നുണ്ട്, ഒരു വേറെ ലെവൽ ക്യാമറ കിട്ടുന്നുണ്ട്. സോ ഈ ഒരു പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഒരു ബെസ്റ്റ് ഫോൺ തന്നെയാണ്. ഈ ഒരു പെർഫോമൻസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 46,000 രൂപയ്ക്ക് കുഴപ്പമില്ലാത്തൊരു ഫോൺ തന്നെയാണ് എനിക്ക് തോന്നി. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉപകാരപ്പെടുത്തുമെന്ന് തോന്നിയാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. സോ അതുപോലത്തെ ടെക്നോളജി വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ടോ. സോ അതുപോലത്തെ ടെക്നോളജി വീഡിയോ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. സോ ഗുഡ് ബൈ.